ഇന്ന് 5ാം ക്ലാസ്സിലെ ന്യൂ ടെക്സ്റ്റ് ഇംഗ്ലീഷ് പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള ഇംഗ്ലീഷ് ടെക്സ്റ്റ് യൂണിറ്റ് 1 ദി വാർത്ത് ഓഫ് ലവ് അതിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ദി കിസ്സിങ് ഹാൻഡ്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് അമേരിക്കൻ റൈറ്ററായ ഓഡ്രി പെൻ ആണ് ഈ സ്റ്റോറി രചിച്ചിരിക്കുന്നത്. ഈ ഓഡ്രി പെൻ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സ്റ്റോറികൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു കഥയാണ് ദി കിസ്സിങ് ഹാൻഡ്. നമുക്ക് ഒന്നാമത്തെ പേജ് നമ്പർ നോക്കാം. യൂണിറ്റ് 1. അതിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ഗാർഡനും അതിൽ ഒരു മരത്തിൻ്റെ ചുവടെയായിട്ട് അച്ഛൻ, അമ്മ, കുഞ്ഞ് അവരൊക്കെ ഇരിക്കുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് എർത്ത് ഈസ് ദി റൈറ്റ് പ്ലേസ് ഫോർ ലവ്. റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി തന്നെയാണ് സ്നേഹിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇടം. റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്, ശരിയായ ഒരു ഇടം എന്ന് പറയുന്നത് ഭൂമി തന്നെയാണ്. എർത്ത് ഈസ് ദി റൈറ്റ് പ്ലേസ് ഫോർ ലവിന് സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ശരിയായ ഇടം എന്ന് പറയുന്നത് ഈ ഭൂമി തന്നെയാണ്. വേറെ എങ്ങും പോകേണ്ടതില്ല. അടുത്തത് പേജ് നമ്പർ 8 രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി അമ്മയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അടുത്ത കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദി ഫസ്റ്റ് ബോയ് ഡൂയിങ്? അവൻ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ കുട്ടി എന്താ ചെയ്യുന്നത്? അവൻ സ്കൂളിൽ പോകുവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഹീസ് ഗോയിങ് ടു ദി സ്കൂൾ ഫോർ ദി ഫസ്റ്റ് ടൈം. സോ ഹീസ് എക്സൈറ്റഡ് അല്ലേ? അതുകൊണ്ട് അവനൊരു എക്സൈറ്റഡ് ആയിട്ട് നിൽക്കണം. ഒരു പക്ഷേ അവൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതായിരിക്കാം. ആ ഒരു സന്തോഷം കൊണ്ട് അവൻ നിൽക്കുകയാണ്. പുതിയ കൂട്ടുകാരെ കിട്ടുമെന്ന് കരുതിയാവാം. സ്കൂളിൽ പോകുവാൻ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാവാം. അപ്പോൾ വാട്ട് ഈസ് ദി ഫസ്റ്റ് ബോയ് ഡൂയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് ഗോയിങ് ടു ദി സ്കൂൾ ഫോർ ദി ഫസ്റ്റ് ടൈം. സോ ഹീസ് എക്സൈറ്റഡ്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഈസ് ഹി ഹാപ്പി? അവൻ ഹാപ്പി അല്ലേ? ആർ യു ഹാപ്പി? അപ്പോൾ അവൻ ഹാപ്പിയാണ് അല്ലേ? ഈസ് ഹി ഹാപ്പി? അവൻ ഹാപ്പിയാണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി റീസൺ? ഈ റീസൺ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അവനൊരു എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലായിരിക്കാം അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, സ്കൂളിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ. അടുത്ത കുട്ടി രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്? രണ്ടാമത്തെ പിക്ചറിൽ ആ കുട്ടി എന്താ ചെയ്യുന്നത്? വാട്ട് അബൌട്ട് ദി സെക്കൻഡ് ബോയ് എന്താ ചെയ്യുന്നത്? അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ഹീസ് ക്രൈയിങ്. അവനിങ്ങനെ താല്പര്യമില്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? അവൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത്? അവൻ്റെ അമ്മ അവനെ എന്തായിരിക്കാം ചെയ്യുന്നത്? ഒരു പക്ഷേ ആശ്വസിപ്പിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ വഴക്ക് പറയുകയായിരിക്കാം. പിക്ചർ കണ്ടിട്ട് നമുക്ക് എന്താണ് തോന്നുന്നത് അത് എഴുതാം. അപ്പോൾ ഹിസ് മദർ കൺസോൾ ഹിം, അവനെ ആശ്വസിപ്പിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ സ്കോൾഡ് ഹിം, അവനെ വഴക്ക് പറയുകയായിരിക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡിയയിൽ എഴുതുക. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് ഹിസ് ഓർ ഹെർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങളുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് നിങ്ങൾ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ദി കിസ്സിങ് ഹാൻഡ്. പേജ് നമ്പർ 9. ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഒരു ചെസ്റ്റർ എന്നു പേരുള്ള ഒരു റക്കൂൺ ഓർ റാക്കൂൺ എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം. അപ്പോൾ ഈ റാക്കൂൺ എന്ന് പറയുന്ന ഒരു ജീവിയാണ്. നമ്മുടെ നാട്ടിലെ കീരിയെ പോലെയൊക്കെ ഏകദേശം ഇരിക്കുന്ന ഒരു ജീവിയാണ്. കീരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കീരിയെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കീരിയുടെ പിക്ചർ എടുത്ത് നോക്കുക. അമ്മയോടോ അച്ഛനോടോ ആ പിക്ചർ ഒന്ന് കാണിച്ചു തരാൻ പറയുക. അപ്പോൾ ലൈക്ക് ഈ കീരിനെ പോലെയാണ് ഏകദേശം ഈ റാക്കൂൺ എന്ന് പറയുന്ന ജീവി ഇരിക്കുന്നത്. അപ്പോൾ ഈ റാക്കൂണും റാക്കൂണിൻ്റെ അമ്മയുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. ഈ റാക്കൂൺ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊന്നും റാക്കൂൺ ഇല്ല. അത് കാണപ്പെടുന്നത് സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക. അതൊരു സസ്തനിയാണ് ഈ റാക്കൂൺ എന്ന് പറയുന്നത്. അതായത് സസ്തനി എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്ന ജീവി, മാമൽസ്. അപ്പോൾ ഈ കുഞ്ഞ് റാക്കൂൺ ചെസ്റ്റർ എന്ന പേരുള്ള റാക്കൂൺ കുഞ്ഞ് സ്കൂളിൽ പോകുവാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നു. അമ്മ അവനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് സ്കൂളിലേക്ക് വിടുന്നതാണ് ഈ സ്റ്റോറിയിലെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ റാക്കൂൺ ഇങ്ങനെ ഈ ഫോറസ്റ്റിൻ്റെ അരികിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹെസിറ്റൻ്റ് എന്ന് വെച്ചാൽ ഒരു മടി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. സ്കൂളിൽ പോകുവാൻ മടിയായിട്ട് അവൻ നിൽക്കുകയാണ്. ഇനി അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. Chester Raccoon stood
at the edge of the forest and cried. അതായത് ഈ റാക്കൂൺ, ചെസ്റ്റ് എന്ന് പേരുള്ള റാക്കൂൺ ഇങ്ങനെ ഈ ഫോറസ്റ്റിൻ്റെ എഡ്ജിലായിട്ട്, സൈഡിലായിട്ട്, അരികിലായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. I don't want to go to school, he told his mother. I want to stay home with you. I want to play with my friends. I want to play with my toys. I want to read my books. I want to sing on my sing. Please, may I stay home with you? Miss Raccoon took Chester by the hand and nuzzled his ear. അതായത് ഈ ചെസ്റ്റർ റാക്കൂൺ ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ എഡ്ജിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലൊന്നും പോകണ്ട. ഹി ടോൾഡ് ഹിസ് മദർ, അവൻ്റെ അമ്മയോട് പറഞ്ഞു, ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, എനിക്കിങ്ങനെ നിങ്ങളുടെ കൂടെ വീട്ടിൽ തന്നെ ഇരിക്കണം, അമ്മയുടെ കൂടെ വീട്ടിലിരിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. എനിക്ക് ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, എൻ്റെ ടോയ്സ് എടുത്ത്, എൻ്റെ കളിപ്പാട്ടങ്ങളെടുത്ത് എനിക്ക് കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്, എനിക്ക് എൻ്റെ ബുക്സ് എടുത്ത് വായിക്കണം. ഐ വാണ്ട് ടു സിങ് ഓൺ മൈ സിങ്, എൻ്റെ സിംഗിൽ, എൻ്റെ ഊഞ്ഞാലിലിരുന്ന് എനിക്ക് ഊഞ്ഞാലാടണം. പ്ലീസ് മേ സ്റ്റേ ഹോം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ അമ്മ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മിസ് റാക്കൂൺ, അവൻ്റെ അമ്മ മിസ് റാക്കൂൺ ടു ചെസ്റ്ററിനെ എടുത്തിട്ട് ബൈ ദി ഹാൻഡ്, അവരുടെ കൈകളിൽ എടുത്തിട്ട് ആൻഡ് നസൽഡ് ഹിസ് ഇയർ, അതായത് അവൻ്റെ ഇയറിൽ എടുത്തിട്ട്, അവൻ്റെ ഇയറിൽ ചെവിയിൽ, നസൽഡ് എന്ന് പറഞ്ഞാൽ തിരുമി എന്നും ഉരുമി എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ചെവിയിൽ അങ്ങ് തിരുമി. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. അമ്മ പറയുകയാണ് എന്നിട്ട്, സംടൈംസ്, ചില സമയങ്ങളിൽ, വി ഓൾ ഹാവ് ടു ഡു, അതായത് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. അതായത് ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഷി ടോൾഡ് ഹിം ജെൻലി, അതായത് സൗമ്യമായിട്ട്, ജെൻലി എന്ന് പറഞ്ഞാൽ സൗമ്യമായിട്ട്, മൃദുവായിട്ട്. ഷി ടോൾഡ് ഹിം, അവൾ പറഞ്ഞു, അമ്മ റാക്കൂണിൻ്റെ അടുത്ത്, റാക്കൂൺ കുഞ്ഞിൻ്റെ അടുത്ത്, അതായത് ചെസ്റ്റർ എന്ന് പേരുള്ള റാക്കൂൺ, ഈ ചെസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, ചില സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ്. ആദ്യം നമുക്ക്, അതായത് സീം തോന്നുന്നു, സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ വിചിത്രമായ, സ്കാരി എന്ന് പറഞ്ഞാൽ ഒരു ഭയം, ഭീതി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ്, അതായത് ആദ്യം നമുക്കൊരു ഭയവും ഒരു സ്കാരിയും ഓർ സ്ട്രേഞ്ച്, ഒരു വിചിത്രമായ ഭയവുമായൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ പോലും, ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷെ നീ ഒരിക്കൽ സ്കൂളിൽ പോകാൻ ആരംഭിച്ചാൽ യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, നിനക്ക് ന്യൂ ഫ്രണ്ട്സ്, പുതിയ കൂട്ടുകാരുണ്ടാകും. ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, നിനക്ക് പുതിയ ടോയ്സ് ഉണ്ടാകും, ടോയ്സ് വെച്ച് കളിക്കാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സിങ് ഓൺ ന്യൂ സിങ്സ്. അതുമാത്രമല്ല, നിനക്ക് പുതിയ ബുക്കുകൾ വായിക്കുവാൻ കഴിയും, പിന്നെ നിനക്ക് പുതിയ ഊഞ്ഞാലയിലിരുന്ന് ആടുവാനും കഴിയും. അപ്പോൾ ഈ മിസ് റാക്കൂൺ ഈ ചെസ്റ്ററിൻ്റെ അടുത്ത് പറയുകയാണ്, ആദ്യം നമുക്കൊരു പേടിയൊക്കെ തോന്നും, ഒരു പേടിയും വിചിത്രമായ ഒരു അനുഭവം പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നീ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ കളിപ്പാട്ടം കിട്ടും, പുതിയ ഊഞ്ഞാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ബിസൈഡ്സ് ഷീ ആഡഡ്, പിന്നീട് ഷീ ആഡഡ്, അവൾ കൂട്ടിച്ചേർത്തു, ഐ നോ എ വണ്ടർഫുൾ സീക്രറ്റ് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. ബിസൈഡ്സ് ഷീ ആഡഡ്, അവൾ പിന്നീട് കൂട്ടിച്ചേർത്തു, ഐ നോ, എനിക്കറിയാം, വണ്ടർഫുൾ സീക്രട്ട്, ഒരു വണ്ടർഫുള്ളായിട്ട്, ഒരു അത്ഭുതകരമായിട്ടുള്ള സീക്രട്ട് എന്ന് പറഞ്ഞാൽ രഹസ്യം, ഒരു അത്ഭുതകരമായ ഒരു സീക്രട്ട് എനിക്കറിയാം. ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ. ആ രഹസ്യം, ആ വണ്ടർഫുള്ളായിട്ടുള്ള സീക്രട്ട് എനിക്കറിയാം. ആ രഹസ്യം സ്കൂളിലെ നിന്റെ രാത്രികളെ സീമറ്റ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം, അതായത് നിന്റെ രാത്രികൾ ഊഷ്മളമാക്കും. കോസി എന്ന് പറഞ്ഞാൽ COSY കോസി, സുഖപ്രദമാക്കും. ആ രഹസ്യം ഞാൻ നിന്നോട് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന ആ രഹസ്യം നീ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ സ്കൂളിലെ രാത്രികളെ എന്താക്കും? സുഖപ്രദവും ഊഷ്മളവുമാക്കും. അതായത് വാം ആൻഡ് കോസി, സുഖപ്രദവും ഊഷ്മളവുമാക്കും നിന്റെ സ്കൂളിലെ രാത്രികളെ. ചെസ്റ്റർ വൈപ്ഡ് എവേ ഹിസ് ടിയേഴ്സ്, അതായത് ഒരു മിനിറ്റ്. അപ്പോൾ യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. അതായത് നിന്റെ വീട്ടിൽ അതായത് നിന്റെ വീട്ടിൽ നിനക്ക് അനുഭവപ്പെടുന്ന ആ ഊഷ്മളതയും ആ സുഖപ്രദവും ഒക്കെ നിനക്ക് സ്കൂളിലെ രാത്രികളിലും നിനക്ക് അനുഭവപ്പെടും. യുവർ ഡേയ്സ് അറ്റ് ഹോം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ വീട്ടിൽ അനുഭവപ്പെടുന്ന എല്ലാ സുഖവും നിനക്ക് നിന്റെ സ്കൂളിലെ രാത്രികളിൽ നിനക്ക് അനുഭവപ്പെടും. രാത്രി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ രാത്രി ആയിരിക്കാം റക്കൂൺ സ്കൂളിൽ പോകുന്നത്. അടുത്തതായിട്ട് ചെസ്റ്റർ വൈപ്ഡ് എവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്.
അപ്പോൾ ചെസ്റ്റർ വൈപ്ഡ് എവേ, അത് കണ്ണൊക്കെ തുടച്ചിട്ട് ടിയേഴ്സ്, കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റ്, ഇങ്ങനെ നോക്കി, അമ്മയെ നല്ല താല്പര്യത്തോടു കൂടി നോക്കി. അമ്മ എന്ത് വണ്ടർഫുൾ സീക്രട്ടാണ് അമ്മ പറയാൻ പോകുന്നതെന്ന് അവൻ കണ്ണൊക്കെ തുടച്ചിട്ട് ടിയേഴ്സൊക്കെ വൈപ്പ് ചെയ്തിട്ട് അവൻ നോക്കി. ഇൻട്രസ്റ്റ് ആയിട്ട് താല്പര്യത്തോടു കൂടി അവൻ നോക്കി. എ സീക്രട്ട്. വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? സീക്രട്ടോ, രഹസ്യമോ? ഏത് തരത്തിലുള്ള രഹസ്യമാണത്? എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ് റാക്കൂൺ. റാക്കൂൺ എന്താ പറഞ്ഞത്? അത് വളരെ ഒരു ഓൾഡ് ആയിട്ടുള്ള സീക്രട്ടാണ്, ഒരുപാട് പഴയ ഒരു സീക്രട്ടാണിത്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. ഇറ്റ്സ് കോൾഡ് ദി കിസ്സിങ് ഹാൻഡ്. അതായത് ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ, അത് ഞാൻ പഠിച്ചത്, പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. ആൻഡ് ഷീ, എൻ്റെ അമ്മ പഠിച്ചത്, അവൾ പഠിച്ചത് ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ, അവളുടെ അമ്മയിൽ നിന്നാണ്. അതായത് ഈ മിസ് റാക്കൂൺ പഠിച്ചത് അമ്മയിൽ നിന്ന്, അവളുടെ അമ്മ പഠിച്ചത് അവളുടെ അമ്മയുടെ അമ്മൂമ്മയിൽ നിന്നാണ് പഠിച്ചത്. ഇറ്റ്സ് കോൾഡ് ദി കിസ്സിങ് ഹാൻഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കിസ്സിങ് ഹാൻഡ്, ചുംബിക്കുന്ന കൈ. കിസ്സിങ് ഹാൻഡ് എന്ന് വെച്ചാൽ മലയാള പരിവർത്തനം ചുംബിക്കുന്ന കൈ എന്ന് പറയാം. അപ്പം ഇതിനെ വിളിക്കുന്നതാണ് കിസ്സിങ് ഹാൻഡ്. ദി കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. ചെസ്റ്റർ ചോദിച്ചു അത്ഭുതത്തോടു കൂടി, കിസ്സിങ് ഹാൻഡ്, വാട്ട്സ് ദാറ്റ്? അതെന്താണത്? ഐ വിൽ ഷോ യു, ഞാൻ നിനക്ക് കാണിച്ചു തരാം. മിസ് റാക്കൂൺ പറഞ്ഞു, ഞാൻ നിനക്കത് കാണിച്ചു തരാം. മിസ് റാക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. മിസ് റാക്കൂൺ എടുത്തു ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ്, ഈ ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് വലത് കൈ എടുത്തിട്ട് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ്. സ്പ്രെഡ് എന്ന് വെച്ചാൽ വിടർത്തി, ഇങ്ങനെ ടൈനി ഫിംഗേഴ്സ്, ആ ചെറിയ ടൈനി എന്ന് വെച്ചാൽ സ്മോൾ, ചെറിയ ഫിംഗേഴ്സ്, വിരലുകളൊക്കെ ഇങ്ങനെ ഇൻറ്റു എ ഫാൻ. ഒരു ഫാൻ പോലെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ റാക്കൂണിൻ്റെ വിരലുകൾ നമ്മളുടെ വിരലുകൾ പോലെ അല്ലല്ലോ, അതായിരിക്കാം ഫാൻ പോലെ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ വിടർത്തിയിട്ട് ആ ടൈനി ഫിംഗേഴ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. ലീനിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കുനിഞ്ഞിട്ട്. ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം. ഷി കിസ്ഡ്, അതായത് അവൾ കിസ് ചെയ്തു. ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദി, റൈറ്റ് വലതുവശത്തെ, ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം, അതായത് വലത് കൈ ഇങ്ങനെ എടുത്തിട്ട് മധ്യത്തിലായിട്ട് റൈറ്റ് ഹാൻഡ്. ആദ്യം ഞാൻ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞത് റൈറ്റ് നായിപ്പോയി, സോറി, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ മിഡിൽ എന്ന് വെച്ചാൽ മധ്യത്തിലായിട്ട്, ഈ റൈറ്റ് ഹാൻഡിൻ്റെ മധ്യത്തിലായിട്ട് എന്ത് ചെയ്തു? ആ കൈ എടുത്തിട്ട്, ഈ ചെസ്റ്ററിൻ്റെ കൈ എടുത്തിട്ട് മിസ് റാക്കൂൺ ആ കൈ ചുംബിച്ചു, ഉമ്മ വെച്ചു. ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് rush from his hand up his arm and into his head. Even his silky black mask tingled with a special warmth. ചെസ്റ്ററിന് ഫെൽറ്റ് തോന്നി, എന്ത് തോന്നി? ഹിസ് മദേഴ്സ് കിസ്, അവൻ്റെ അമ്മയുടെ ഉമ്മ, അവൻ്റെ അമ്മയുടെ ചുംബനം എന്ന് പറയുന്നത് റഷ് ഫ്രം ഹിസ് ഹാൻഡ്, അത് കയ്യിലേക്ക് വന്നിട്ട് അപ്പ് ഹിസ് ആം, അതായത് ഈ ആം എന്ന് പറയുന്ന എന്താ, ആം ആ കൈവരത്തിനുള്ളിലേക്ക് വന്നിട്ട് ആൻഡ് ഇൻ ടു ഹിസ് ഹേർട്ട്, അത് ഇങ്ങനെ വശത്തിലേക്ക് വന്നിട്ട് ഈ ഹാർട്ടിന് ഉള്ളിലേക്ക് ആ അമ്മയുടെ ചുംബനം കയറിപ്പോയതായിട്ട് അവന് തോന്നി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക്, അതായത് ഈ ചെസ്റ്റർ റാക്കൂണ്, ചെസ്റ്ററിൻ്റെ അവരുടെ മുഖം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചെറിയ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ കറുത്ത അടയാളങ്ങളുണ്ടാകും. അപ്പോൾ കണ്ടു കഴിഞ്ഞൊരു മാസ്ക് വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ അവനൊരു ബ്ലാക്ക് മാസ്ക് എന്ന് ഉദ്ദേശിക്കുന്ന അവൻ്റെ മുഖത്ത് ഒരു ബ്ലാക്ക് മാസ്ക് ഉണ്ടായിരുന്നിട്ട് പോലും ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്, അവനതൊരു സ്പെഷ്യലായിട്ട്, അതായത് ആ കിസ് അവൻ എങ്ങനെ തോന്നി? സിൽക്ക് പോലെയുള്ള ബ്ലാക്ക് മാസ്ക് അവൻ്റെ മുഖത്തുണ്ടായിട്ട് പോലും, മാസ്ക് വെച്ചിരിക്കുക എന്നല്ല പറഞ്ഞത്, അവൻ്റെ കണ്ണിൻ്റെ ചുറ്റും ഈ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ബ്ലാക്ക് ഡോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ അതൊരു മാസ്കായിട്ട് തോന്നും. അപ്പോൾ ഈ മാസ്ക് ഉണ്ടായിട്ട് പോലും ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്, അതായത് ഒരു ടിങ്കിൾഡ് എന്ന് വെച്ചാൽ എന്താ, ടിങ്കിൾഡ് എന്ന് വെച്ചാൽ എന്താ, ഇക്കിളിപ്പെടുത്തുക, അതായത് ഈ സ്പെഷ്യൽ വാംത്ത്, അതായത് ഈ പ്രത്യേക ഈ ചൂട്, ഈ ഉമ്മയുടെ ചൂട് അവനെ അത് ഇക്കിളിപ്പെടുത്തിയതുപോലെ അവനെ തോന്നി. ഈ അമ്മ അവൻ്റെ വലത് കയ്യിൽ ഉമ്മ വെച്ചപ്പോൾ കൈവരത്തിലൂടെ വന്നിട്ട്, കയ്യിലൂടെയൊക്കെ കയറി വന്നിട്ട് അത് ഹേർട്ടിൽ വന്നിട്ട് അവന് തോന്നി, അവന് മാസ്ക് ഉണ്ടായിരുന്നിട്ട് പോലും അവനത് ഇക്കിളിപ്പെടുത്തിയതുപോലെ അവന് തോന്നി. അടുത്തത്, മിസ് റാക്കൂൺ സ്മൈൽഡ്. നൗ ഷി ടോൾഡ് ചെസ്റ്റർ. അമ്മ സ്മൈൽഡ്, ചിരിച്ചും കൊണ്ട് പറയുകയാണ്. നൗ, ഇപ്പോൾ, ഷി ടോൾഡ്, ഇപ്പോൾ അവൾ പറയുകയാണ് ചെസ്റ്ററിനോട്, വെൻ എവർ യു ഫീൽ ലോൺലി ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് to your cheek and think mommy loves you.
അപ്പോൾ എന്താ പറഞ്ഞത്, അതായത് വെന്നെവർ യു ഫീൽ ലോൺലി, നിനക്ക് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും യു ഫീൽ ലോൺലി, നിനക്ക് ലോൺലി തനിച്ചായതുപോലെ നിനക്ക് തോന്നിയാൽ, ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ്, നിനക്ക് കുറച്ച് സ്നേഹം ഫ്രം ഹോം, വീട്ടിൽ നിന്ന് നിനക്ക് കുറച്ച് സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ നീ തനിച്ചായതുപോലെ നിനക്ക് തോന്നിയാൽ, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ്, ഈ ഹാൻഡ് എടുത്തിട്ട് ടു യുവർ ചീക്ക്, നീ നിന്റെ ചീക്കിൽ നിന്റെ കവിളിൽ ഈ ഹാൻഡ് ഇങ്ങനെ അമർത്തു, ആൻഡ് തിങ്ക്, ചിന്തിക്കുക, മോമി ലവ്സ് യു, മോമി ലവ്സ് യു, അത് മോമി നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അങ്ങനെ ചിന്തിക്കുക അല്ലെങ്കിൽ കരുതുക, മോമി ലവ്സ് യു, ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. ഷി ടുക്ക് Chester's hand and carefully wrapped his fingers around the kiss. അതായത് എന്നിട്ട് ആൻഡ് ദാറ്റ് വെരി കിസ്, അപ്പോൾ നീ ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ, മമ്മി ലവ്സ് യു എന്ന് നീ ചിന്തിച്ച് കഴിയുമ്പോൾ, ആൻഡ് ദാറ്റ് വെരി കിസ്, അതായത് ദാറ്റ് വെരി കിസ്, ആ പ്രിയപ്പെട്ട ആ കിസ്, യു വിൽ ജമ്പ്, അതായത് ചാടും, ടു യുവർ ഫേസ്, നിന്റെ മുഖത്തിലേക്ക് അത് ചാടി വന്നിട്ട്, ആൻഡ് യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്, അതായത് ടോസ്റ്റി എന്ന് പറഞ്ഞാൽ വാം എന്നുള്ള അർത്ഥം തന്നെയാണ്, ചൂടുള്ള, ഹീറ്റ് എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പം ഈ ചൂടുള്ള ഒരു ചിന്തകളായിട്ട് നിനക്കത് നിന്റെ മുഖത്തേക്ക് വന്ന് ചാടും, അതായത് അമ്മ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തോന്നൽ നിനക്കുണ്ടാകുമെന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. ഷി ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, എന്നിട്ട് അവൾ ഹാൻഡ് ആൻഡ് കെയർഫുള്ളി, അതായത് എന്നിട്ട് ഈ മിസ്രാക്കും ഈ ചെസ്റ്ററിൻ്റെ കൈ എടുത്തു, കെയർഫുള്ളി ശ്രദ്ധാപൂർവ്വം എടുത്തിട്ട്, റാപ്പിഡ് എന്ന് പറഞ്ഞാൽ ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദി കിസ്, റാപ്പിഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദി കിസ്, അതായത് ആ അമ്മ ഉമ്മ കൊടുത്ത കൈ ഉണ്ടല്ലോ, അതായത് അമ്മ ഉമ്മ എടുത്ത ആ റൈറ്റ് ഹാൻഡിൽ അമ്മ ശ്രദ്ധാപൂർവ്വം അത് റാപ്പിഡ് എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു എന്നാണ്, പക്ഷേ ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി വെക്കില്ലേ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചിട്ട്, ഇങ്ങനെ കണ്ടിട്ടില്ലേ, അപ്പം ഇങ്ങനെ ആ ഉമ്മ അങ്ങനെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ പൊതിഞ്ഞ് അവന് കൊടുത്തു, അതായത് ഇങ്ങനെ വെച്ച് കൊടുത്തു. Now be careful not to lose it, she teased him. ഇപ്പോൾ he careful not to lose it, ഇപ്പോൾ നീ വളരെ ശ്രദ്ധാപൂർവ്വം അത് സൂക്ഷിക്കണം, അതായത് ആ കിസ് നീ സൂക്ഷിക്കണം, അത് ലോസ്റ്റ്, അത് എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. she teased him, അവനെ കളിയാക്കുന്ന പോലെയാണ് പറഞ്ഞത്, ടീസർ എന്ന് വെച്ചാൽ കളിയാക്കുക, അതായത് ജസ്റ്റ് ഒരു കളിയാക്കലിൻ്റെ സ്ഥലത്തിലാണ് പറഞ്ഞത്. ഈ ഉമ്മ ഞാൻ ഇപ്പോൾ നീ അത് കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം, അത് കളയരുത്, ആ കിസ് കളയരുതെന്ന് ഒരു കളിയാക്കുന്ന പോലെ she teased him പറഞ്ഞു, കളിയാക്കി പറഞ്ഞു. But don't worry, when you open your hand to wash after having food, I promise the kiss will stick. അതായത് when you open, but don't worry, പക്ഷെ നീ വിഷമിക്കണ്ട, when you open your hand, നീ നിന്റെ കൈ തുറക്കുമ്പോൾ, to wash after having food, നീ ഫുഡ് കഴിച്ചതിന് ശേഷം നീ നിന്റെ കൈ തുറക്കില്ല, അതായത് കൈ കഴുകുവാൻ വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. കൈ തുറക്കുമ്പോൾ ഐ പ്രോമിസ് ദി കിസ് വിൽ സ്റ്റിക്ക്, ആ കിസ് പോവില്ല, ഞാൻ പ്രോമിസ് ചെയ്യുന്നു നിന്നോട്, ദി കിസ് വിൽ സ്റ്റിക്ക്, ആ കിസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാകും, അമ്മ കൊടുത്ത ആ ചുംബനം ആ കയ്യിൽ തന്നെ ഉണ്ടാകും, അത് പോവില്ല എന്ന് അമ്മ പ്രോമിസ് ചെയ്യുന്നു. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്, അതായത് ചെസ്റ്റർ ലവ്ഡ് ഹിസ്, ആ കിസ്സിങ് ഹാൻഡ്, ആ ചുംബന കൈ അവൻ സ്നേഹിച്ചു. നൗ ഇപ്പോൾ അവനറിയാം, നൗ ഹി ന്യൂ, ഇപ്പോൾ ഹി ന്യൂ, അവനറിയാം, ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വേറെവർ ഹി വെന്റ്, ഇപ്പോൾ അവനറിയാം, എന്തറിയാം, ഹി ന്യൂ, അവനറിയാം, ഹിസ് മദേഴ്സ് ലവ്, അവൻ്റെ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്, വുഡ് ഗോ വിത്ത് ഹിം വേറെവർ ഹി വെന്റ്, അവൻ എവിടെ പോയാലും, ഹി വെന്റ്, അവൻ വേറെവർ ഹി വെന്റ്, അവൻ എവിടെ പോയാലും ആ സ്നേഹം കൂടെ ഉണ്ടെന്നുള്ളത് അവനിപ്പോൾ അറിയാം. ഈവൻ ടു ദി സ്കൂളിൽ പോയാൽ പോലും ആ അമ്മയുടെ മദേഴ്സ് ലവ് അവൻ്റെ കൂടെ ഉണ്ടെന്ന് അവനിപ്പോൾ അറിയാം. ദാറ്റ് നൈറ്റ്, ആ രാത്രി, Chester stood in front of his school and looked thoughtful. That night, ആ രാത്രി, Chester stood in front of his school, ആ രാത്രി അവൻ അവൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്നു, ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ, അതായത് ചിന്തയോടുകൂടി അവൻ ഇങ്ങനെ നോക്കി നിന്നു, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അവൻ ചിന്തയോടുകൂടി നോക്കി നിന്നു, തോട്ട്ഫുൾ ചിന്തിച്ച്, ലുക്ക്ഡ് നോക്കുക, തോട്ട്ഫുൾ ചിന്തിച്ച്, ഒരു ചിന്തയോടുകൂടി നിന്നു. സഡൻലി, പെട്ടെന്ന്, he turned to his mother and grinned, പെട്ടെന്ന് he turned, അവൻ തിരിഞ്ഞിട്ട്, to his mother and grinned, അവൻ അമ്മയെ നോക്കി, ഗ്രിൻഡ്, GRINED, ഗ്രിൻഡ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നാണ്, പല ഇങ്ങനെ ചുമ്മാ ഇളിക്കുക എന്ന് പറയും, പിന്നെ ഒരു കള്ളച്ചിരി, അങ്ങനെയെല്ലാം പറയാം. അപ്പോൾ അവൻ അമ്മയുടെ നേരെ നോക്കിയിട്ട് പെട്ടെന്ന് അവൻ തിരിഞ്ഞ്, he turned തിരിഞ്ഞ്, to his mother and grinned, അമ്മയെ നോക്കി ചിരിച്ചു. Give me your hand, he told her. Give me your hand,
ആ കൈ ഒന്ന് തരാമോ? ഹി ടോൾഡ് ഹെർ, അവൻ അവളോട് ചെസ്റ്റർ അമ്മയോട് പറഞ്ഞു. ചെസ്റ്റർ took his mother's hand in his own and unfolded her large familiar fingers into a fan. ചെസ്റ്റർ took his mother's hand, അവൻ അവൻ്റെ അമ്മയുടെ കൈ എടുത്തു. ഇൻ ഹിസ് ഓൺ, സ്വന്തമായിട്ട്, ഓൺ സ്വന്തമായിട്ട് അവൻ തന്നെ അവൻ്റെ അമ്മയുടെ കൈ എടുത്തു. ആൻഡ് അൺഫോൾഡ് എന്ന് പറഞ്ഞാൽ തുറന്നു ഹെർ ലാർജ് ഫാമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു, അതായത് ആ അമ്മയുടെ ലാർജ്, ആ വലിയ വിരലുകളും, പിന്നെ ഫെമിലിയർ ആണെന്ന് വെച്ചാൽ പരിചിതമായ. അമ്മയുടെ ഫിംഗേഴ്സ് തീർച്ചയായിട്ടും പരിചയമുണ്ടാകുമല്ലോ അല്ലേ? അവൻ്റെ അമ്മ എപ്പോഴും അവൻ്റെ കൈ പിടിക്കും, അവനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ അവൻ്റെ അമ്മയുടെ വിരലുകൾ ഫെമിലിയർ ആണ്, അവന് പരിചിതമാണ്. അപ്പോൾ ലാർജ്, അമ്മയുടെ ആ വലുതും പരിചിതവുമായ, ഫെമിലിയർ ആയിട്ടുള്ളത്, ലാർജ് ആയിട്ടുള്ളതുമായ ആ ഫിംഗേഴ്സ് അവൻ തുറന്നു. ഒരു ഫാൻ പോലെ, അതായത് എന്താണ് ഫാൻ എന്നുള്ളത്? ഒരു പക്ഷേ അവരുടെ വിരലുകൾ, റക്കൂൺസിൻ്റെ വിരലുകൾ, ഫിംഗേഴ്സ് ഫാൻ പോലെ ആയിരിക്കാം, ലൈക്ക് ഫാൻ, അതുപോലെ ആയിരിക്കാം, അതായിരിക്കും ഫാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അവനങ്ങനെ വിടർത്തി, തുറന്നു. നെക്സ്റ്റ്, ഹി ലീൻഡ് ഫോർവേഡ് ആൻഡ് കിസ്ഡ് ദി സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്. നെക്സ്റ്റ് പിന്നെയോ, ഹി ലീൻഡ് ഫോർവേഡ്. എന്താ ലീൻഡ് ഫോർവേഡ് എന്ന് വെച്ചാൽ മുന്നിലേക്ക് ഇങ്ങനെ കുനിഞ്ഞിട്ട് ആൻഡ് കിസ്ഡ് ദി സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്. അവളുടെ ഹാൻഡിൻ്റെ സെൻറ്റർ, മധ്യത്തിലായിട്ട് അവൻ എന്ത് ചെയ്തു? ഒരു ഉമ്മ വെച്ചു. അവൻ്റെ അമ്മയുടെ കൈയുടെ സെൻറ്ററിലായിട്ട് അവനൊരു ചുംബനം കൊടുത്തു, കിസ് ചെയ്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. നൗ ഇപ്പോൾ ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇപ്പോൾ നിങ്ങൾക്കുമുണ്ടൊരു കിസ് ടു ഓൾസോ. നിങ്ങൾക്കൊരു കിസ്സിങ് ഹാൻഡ് ഇപ്പോൾ ഉണ്ട് അമ്മയെന്ന് അവൻ പറഞ്ഞു. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെന്റിൽ ഗുഡ് ബൈ. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു? ഇപ്പോൾ നിങ്ങൾക്കും ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട് ടു ടോൾഡ്. അവൻ അമ്മയോട് പറഞ്ഞിട്ട് വിത്ത് എ ജെന്റിൽ ഗുഡ് ബൈ. പതുക്കെ ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ പോവാന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ് ബൈ പറയും അല്ലേ? അപ്പോൾ ജെന്റിൽ, സൗമ്യമായിട്ട്, മൃദുവായിട്ട്, വളരെ താഴ്ന്ന ശബ്ദത്തിൽ നിങ്ങൾക്കും ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞ് അമ്മയോട് അവൻ ഗുഡ് ബൈ അമ്മയെന്ന് പറയുകയാണ്. ഐ ലവ് യു, Chester said as he turned and danced away. I love you, Chester said പറഞ്ഞിട്ട് he turned, തിരിഞ്ഞ്, and danced away, അവൻ ദൂരേക്ക് ഡാൻസ് ചെയ്തുകൊണ്ട് പോയി. അവൻ അമ്മയോട് ഐ ലവ് യു അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ ഡാൻസ് ചെയ്തിട്ട് ഓടിപ്പോയി. മിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാംബർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദി സ്കൂൾ. മിസ് റാക്കൂൺ വാച്ച്ഡ്, മിസ് റാക്കൂൺ, അമ്മ റാക്കൂൺ ഇതെല്ലാം വാച്ച് ചെയ്ത്. ചെസ്റ്റർ സ്കാംബർ എന്ന് പറഞ്ഞാൽ തുള്ളി ഓടുക. നമ്മൾ സന്തോഷം കൊണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ തുള്ളി തെറിച്ച് ചാടിയൊക്കെ ഓടൂലേ, അതിനാണ് സ്കാംബർ എന്ന് പറയുന്നത്. തുള്ളി അങ്ങനെ ഓടി. എക്രോസ് എ ട്രീ ലിംബ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ബ്രാഞ്ച്. ആ ട്രീ ലിംബിൽ കൂടി, മരത്തിൻ്റെ ബ്രാഞ്ചിൽ കൂടി അവൻ തുള്ളി ഓടുന്നത് അമ്മ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് എൻ്റർ ദി സ്കൂൾ, അതായത് സ്കൂളിലേക്ക് പ്രവേശിക്കുന്നവരെ അവനിങ്ങനെ തുള്ളി മരത്തിൻ്റെ ശാഖയിലൂടെയൊക്കെ തുള്ളി അവൻ സ്കൂളിലേക്ക് പ്രവേശിക്കുന്നവരെ അവൻ്റെ അമ്മ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ആസ് ദി ഫസ്റ്റ് ബെൽ ഓഫ് ദി ന്യൂ സ്കൂൾ ഇയർ റാങ്, അതായത് ആ സ്കൂൾ വർഷത്തിലെ ഫസ്റ്റ് ബെൽ മുഴങ്ങി അവൻ സ്കൂളിലേക്ക് എൻ്റർ ചെയ്യുന്നത് വരെ അമ്മ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. അമ്മ അവളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് ടു ഹെർ ചീക്ക്, അവളുടെ കവിളിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചു. ആൻഡ് സ്മൈൽഡ്, എന്നിട്ട് ചിരിച്ചു. ദി വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. ദി വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ്, ആ ചെസ്റ്ററിൻ്റെ കിസ്, ആ ഉമ്മ, ഫിൽഡ് നിറച്ചു, ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്, അതായത് അവൻ്റെ സ്പെഷ്യൽ വേർഡ്സ്, അവൻ്റെ കിസ്സും ഒക്കെ ഈ അമ്മ റാക്കൂണിൻ്റെ ഹൃദയത്തിൽ നിറച്ചു. ആ കിസ്സും വാക്കും എല്ലാം അമ്മയുടെ, അതുകൊണ്ട് അമ്മയുടെ ഹൃദയം നിറഞ്ഞു. ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ്, ചെസ്റ്റർ ലവ്സ് യു. അപ്പോൾ ആ ഫുൾഫില്ലായ ഹൃദയം, ആ ഹേർട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. സ്റ്റോറി തീർന്നിരിക്കുകയാണ്. നമുക്കിനി ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത പാർട്ടിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾ നന്നായിട്ട് തന്നെ വായിക്കുക, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. സ്പീഡ് കൂടിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.